സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന രണ്ട് കപ്പലുകൾ, അതിൽ ഒന്നാമത്തെ ബെർത്തിൽ കിടക്കുന്നത് MSC സരിസ്ക 5M, രണ്ടാമത്തെ ബെർത്തിൽ MSC മൈക്കേലയുമാണ്. MSC മൈക്കേല വിഴിഞ്ഞത്ത് വരുന്ന 100ാമത്തെ കണ്ടെയ്നർ ഷിപ്പാണ്. സാമാന്യം വലിയൊരു മദർഷിപ്പ് തന്നെയാണ്. രണ്ട് കപ്പലുകളും തമ്മിൽ നീളത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മൈക്കേല 300 മീറ്ററും സരിസ്ക 295 മീറ്ററും. എന്നാൽ വീതി സരിസ്കയ്ക്ക് 32 മീറ്ററും മൈക്കേലയ്ക്ക് 48 മീറ്ററുമാണ്. ആ വീതി കുറവ് കൊണ്ട് TEU കപ്പാസിറ്റിയിൽ നല്ല വ്യത്യാസം വന്നു. അതുകൊണ്ടാണ് കാണാൻ ഈ വലിപ്പ വ്യത്യാസം. രണ്ട് യാർഡ് ക്രെയിനുകൾ ഒരേ സമയം നീങ്ങുന്നു. ഇന്നത്തെ വീഡിയോയിൽ കോവളം ലൈറ്റ് ഹൗസിൽ നിന്നുള്ള തുറമുഖത്തിൻ്റെ രാജകീയമായ കാഴ്ചകളാണ്. കണ്ടെയ്നർ യാർഡ്. ഇനി ലൈറ്റ് ഹൗസിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം. ലൈറ്റ് ഹൗസിനടുത്ത് കടലിലൂടെ പോകുന്ന സ്പീഡ് ബോട്ടിൻ്റെ മനോഹരമായ കാഴ്ച. ടൂറിസ്റ്റുകളുമായാണ് പോകുന്നത്. ഇതാണ് കോവളം ലൈറ്റ് ഹൗസ്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നും പറയും. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുമുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രാജകീയ ദൃശ്യം. രണ്ട് ബെർത്തുകളിലായി കിടക്കുന്ന കപ്പലുകളുടെ ദൃശ്യം കണ്ടോ? ഡിസംബർ മാസത്തിൽ അന്തരീക്ഷം പൊതുവെ മൂടിക്കെട്ടിയതാണ്. അതുകൊണ്ട് ദൂരക്കാഴ്ചകൾ ആകെ മങ്ങിയതാണ്. കണ്ടെയ്നർ യാർഡ്. നിറയെ കണ്ടെയ്നറുകളും യാർഡ് ക്രെയിനുകളും. വിഴിഞ്ഞം ജുമാ മസ്ജിദ് കണ്ടോ? ഈ വീഡിയോയിൽ കപ്പലിൻ്റെയും യാർഡ് ക്രെയിനുകളുടെയും ആദ്യ ദൃശ്യങ്ങൾ അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അങ്ങേയറ്റത്ത് ഒരു വൈറ്റ് കാർ കിടക്കുന്നത് കണ്ടോ? അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ വലതുവശത്തായി ബൊള്ളാർഡ് ടെസ്റ്റ് ഫെസിലിറ്റിയും അതിൻ്റെ നീല ബോർഡും കാണാം. ഗംഭീരമായ കാഴ്ച. ഒരു കണ്ടെയ്നർ MSC മൈക്കേലയിൽ നിന്നും അൺലോഡ് ചെയ്യുന്നത് കാണാം. അതേസമയം തന്നെ മറ്റൊരു കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നു. ഇത് MSC സരിസ്ക 5. സരിസ്കയുടെ നാവിഗേഷൻ ബ്രിഡ്ജ്. കണ്ടെയ്നറുകൾക്ക് മുന്നിൽ കാണുന്നത് മൈക്കേലയുടെ നാവിഗേഷൻ ബ്രിഡ്ജും എൻജിൻ്റെ പുകക്കുഴലുമാണ്. കടലിലേക്ക് പോകുന്നതിന് മുമ്പ് വല ശരിയാക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. കപ്പലിലേക്ക് ലോഡ് ചെയ്യാനുള്ള കണ്ടെയ്നറുമായി വരുന്ന ട്രക്ക്. യാർഡിലെ ആക്ടിവിറ്റികൾ ജുമാ മസ്ജിദിനടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ വ്യക്തമായി കാണാം. യാർഡിൻ്റെ ഇടത്തെ അറ്റത്തു നിന്നും വരുന്ന ട്രക്കുകൾ ഒന്നാമത്തെ ബെർത്തിലെ കപ്പലിനടുത്തേക്ക് വരുന്നവയാണ്. എന്നാൽ കുറച്ചുകൂടി അപ്പുറം മധ്യഭാഗത്തു കൂടി യാർഡിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ട്രക്കുകൾ രണ്ടാമത്തെ ബെർത്തിലെ കപ്പലിനടുത്തേക്ക് വരികയും തിരികെ പോകുന്നവയുമാണ്.
തുറമുഖത്തിനടുത്തേക്ക് ടൂറിസ്റ്റുകളെയും കൊണ്ടുപോയിട്ട് തിരികെ കോവളം ബീച്ചിലേക്ക് പോകുന്ന സ്പീഡ് ബോട്ടുകൾ. മൂന്ന് ബോട്ടുകളും ഏകദേശം ഒരേ സ്പീഡിലാണ്. ബോട്ടുകൾ അതിവേഗം കടന്നു പോവുകയാണ്. കണ്ടെയ്നർ യാർഡിലെ കുറച്ച് ആക്ടിവിറ്റീസ് കാണാം. യാർഡിൻ്റെ മധ്യഭാഗത്ത് നിന്നും കണ്ടെയ്നറുകളുമായി ട്രക്കുകൾ വരുന്നത് കണ്ടോ? സെക്കൻഡ് ബർത്തിലെ MSC മൈക്കേലയുടെ അടുത്തേക്കാണ്, അതായത് സെക്കൻഡ് ബർത്തിലെ ഷിപ്പിന് അടുത്തേക്ക് വരുന്നതിനുള്ള പാസേജാണത്. ISO പോലുള്ള ഇൻ്റർനാഷണൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കൊണ്ട് ട്രക്കുകൾക്ക് പോകുന്നതിനും വരുന്നതിനും ട്രാക്കുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ മാത്രമേ ട്രക്കുകൾ സഞ്ചരിക്കാവൂ. സേഫ്റ്റിക്കും അതാണ് നല്ലത്, അപകടങ്ങൾ ഒഴിവാകും. ഈ അടുത്തു കാണുന്ന ട്രക്ക് യാർഡിൻ്റെ ഇടതുവശത്തു നിന്നുമാണ് വന്നത്. 1-ാം നമ്പർ ബർത്തിലെ കപ്പലിനടുത്തേക്ക്. ഇവിടുത്തെ STS ക്രെയിനിൻ്റെ ബോയ്ക്ക് താഴെ നിശ്ചിത സ്ഥലത്ത് ട്രക്ക് വന്ന് നിൽക്കും. ക്രെയിനിൻ്റെ സ്പ്രെഡർ താഴ്ന്നു വന്ന് കണ്ടെയ്നറിനെയും പിക്ക് ചെയ്ത് ഉയർന്നു പോകും. അതുപോലെ തന്നെയാണ് കണ്ടെയ്നർ അൺലോഡ് ചെയ്യുന്നതും. ഒന്നാമത്തെ ബർത്തിലേക്ക് കണ്ടെയ്നറുമായി വരുന്ന ട്രക്ക്. 2 ടഗുകളെയും പൈലറ്റ് ബോട്ടിനെയും കാണാം. ധാരാളം കണ്ടെയ്നർ ട്രക്കുകൾ വരികയും പോവുകയും ചെയ്യുന്നു. വളരെ ബിസിയും ഫാസ്റ്റുമാണ് തുറമുഖത്തെ ആക്ടിവിറ്റീസ് ഇപ്പോൾ. രണ്ട് കപ്പലുകളുടെയും ഒന്നിച്ചുള്ള ദൃശ്യം. അങ്ങേ അറ്റത്തെ ഒരു STS ക്രെയിൻ ഒഴികെ മറ്റെല്ലാം ബിസിയാണ്. ഇനി നമുക്ക് ലൈറ്റ് ഹൗസിൽ നിന്നുള്ള മറ്റു ചില കാഴ്ചകളിലേക്ക് പോകാം. തുറമുഖത്തിനരികെയുള്ള ഫിഷിംഗ് ഹാർബറിലേക്ക് പോകുന്ന ഒരു ഫിഷിംഗ് ബോട്ട്. വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ ഇതുപോലെയുള്ള ചെറിയ ഫിഷിംഗ് ബോട്ടുകളാണുള്ളത്. ട്രോളറുകൾ കുറവാണ്. ട്രോളറുകൾ മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിലാണ് കൂടുതലായി ഉള്ളത്. ബോട്ടിൻ്റെ മധ്യഭാഗത്ത് റൗണ്ട് ഷേപ്പിലുള്ള കുറേ സംവിധാനങ്ങൾ. മീനുകളെ പിടിച്ച് ഇടാനുള്ള ഫ്രീസിംഗ് സംവിധാനമാണോ എന്നറിയില്ല. അത് എന്താണെന്നറിയുന്നവർ കമൻറ്റ് ചെയ്തേക്കുമല്ലോ. ഈ കാഴ്ചകൾ ലൈറ്റ് ഹൗസിന് തൊട്ടടുത്തുള്ളതായതുകൊണ്ട് നല്ല ക്ലിയറാണ്. തുറമുഖം കുറച്ച് ദൂരത്താണ്, പിന്നെ വെയിലും എതിർദിശയിലാണ്. അതുകൊണ്ടും കൂടിയാണ് തുറമുഖത്തിൻ്റെ ദൃശ്യങ്ങൾക്ക് വ്യക്തതയില്ലാത്തത്. കോവളം ബീച്ചിലെ ആക്ടിവിറ്റീസുകളിൽ ഒന്നായ പാരാസെയിലിംഗ്. പാരാസെയിലിംഗിന് പുറമെ സ്നോർക്കലിംഗ്, സ്പീഡ് ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റീസുകളും ഇപ്പോൾ കോവളം ബീച്ചിലുണ്ട്. പാരാസെയിലിംഗിൻ്റെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണാം. ബോട്ടിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പാരച്യൂട്ടിൻ്റെ ഉയരം കൂടുന്നു. ബീച്ചിനുള്ളിലേക്ക് തിരികെ പോവുകയാണ്.
അപ്പോൾ ഈ മനോഹരമായ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായി ഞാൻ എത്തും വരേക്കും ഗുഡ് ബൈ.